സുഹൃത്തുക്കളെ, നമ്മുടെ ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഒറ്റ തവണ മാത്രം തൊടാൻ കിട്ടിയ ഒരു മണ്ഡലമുണ്ട്. അത് മലപ്പുറമാണ്. 2004 TK ഹംസയായിരുന്നു അന്ന് നമ്മുടെ മലപ്പുറത്ത് വെച്ചത്. അതുവരെ 12 വർഷത്തോളം, അതുവരെയുള്ള ഒരു 12 വർഷത്തിനിടയ്ക്ക് മുഴുവൻ സമയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനല്ലാതെ വേറൊരു ആൾക്കും നമ്മുടെ മലപ്പുറംകാർ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിന്റെ ചോദ്യം ഇത്രയും കാലം വിജയിപ്പിച്ചിട്ട് നോക്കിക്കോളൂ. 1977 ഇബ്രാഹിം സുലൈമാൻ സേഠ് എന്ന് പറയുന്ന മനുഷ്യനുമായി തുടങ്ങുന്നു. അദ്ദേഹം ഏകദേശം ഒരു 4 തവണ അടുപ്പിച്ച് അവിടെ നിന്ന് ജയിച്ചു പോകുന്നു. അതിനുശേഷം അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ സ്ഥിരമായിട്ട് മലപ്പുറത്ത് നിന്ന് ജയിച്ചു പോകുന്നു 1, 2, 3, 4 തവണ. അതിനിടയ്ക്കാണ് നമ്മുടെ 2004 TK ഹംസ മലപ്പുറം ചുവപ്പിച്ചത്. പിന്നീട് ചുവപ്പിക്കാൻ നമ്മുടെ മലപ്പുറം കഴിഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. വീണ്ടും അഹമ്മദ് വരുന്നു 2 വർഷത്തോളം. പിന്നീട് ആകസ്മികമായിട്ട് അദ്ദേഹത്തിന് നിര്യാണം സംഭവിക്കുന്നു. അതിനുശേഷം 2019 PK കുഞ്ഞാലിക്കുട്ടി വരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട്. നോക്കിക്കോളൂ, ഈ കഴിഞ്ഞ 12 വർഷത്തിൽ ഒറ്റ തവണ എന്നല്ലാതെ വേറൊരു തവണയും അവിടേക്ക് CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി LDFനെ കൂട്ടിത്തുടിപ്പിച്ചിട്ടില്ല. അങ്ങനെ അതിശക്തമായ ഒരു പച്ചയിട എന്ന് അങ്ങനെയൊക്കെ പറയാറ്, ഒരു പച്ചപ്പിന്റെ ഒരു വേരുറച്ച സ്ഥലം തന്നെയാണ് മലപ്പുറം എന്ന് പറയുന്നത്. ഈ ഒരു മലപ്പുറത്തെ കഴിഞ്ഞ തവണയാണ് ചെറുതായിട്ടൊന്ന് ഇളക്കാൻ, യുവാക്കളൊന്ന് ഇളക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് VP സാൻ എന്ന് പറയുന്ന CPMന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സമയത്താണ്. കഴിഞ്ഞ തവണ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയത് 5,89,873 വോട്ടാണ്. കൃത്യമായി കേട്ടോളൂ, 5,89,873 വോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 57% വോട്ട് വിഹിതം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി കിട്ടിയ സമയത്ത് VP സാറിന് കിട്ടിയത് 3,29,720 വോട്ടാണ്. ഒരു 2 ലക്ഷത്തിന്റെ അതിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ കുറവിൽ മാത്രമാണ് കുഞ്ഞാലിക്കുട്ടി ജയിച്ചെന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 3 ലക്ഷം എന്ന് പറയുന്നത് ഒരു 4 ലക്ഷത്തിലേക്കൊക്കെ ഒരു പക്ഷേ ഇത്തവണ നമ്മുടെ മലപ്പുറത്തിന്റെ വോട്ട് CPMന് കൂടാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ CPM അവിടെ വിജയിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയില്ല. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ തവണ പൊന്നാനിയുള്ള ഒരാളെ മലപ്പുറത്തേക്ക് കൊണ്ടുവരികയും മലപ്പുറത്ത് കുറച്ച് കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നേരെ അങ്ങോട്ട് നമ്മുടെ കോട്ടയ്ക്കലൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ നേരെ പൊന്നാനിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു മാറ്റം കളി നടന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ നമ്മുടെ ലീഗിന്റെ ഉള്ളിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. വലിയ ഉറപ്പൊന്നുമില്ല. ഒരുപക്ഷെ അത് സത്യസന്ധമാണെങ്കിൽ ചില പൊട്ടിത്തെറികളൊക്കെ ഇതിനിടയിൽ കളിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു പൊട്ടിത്തെറി എങ്ങനെ സംഭവിക്കുന്നെന്ന് കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതം കൃത്യമായിട്ട് പരിശോധിച്ചാൽ മാത്രം നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നോക്കിക്കോളൂ, കഴിഞ്ഞ തവണ കൊണ്ടോട്ടി നിയമസഭ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയെ കിട്ടിയത് 87,561 വോട്ടാണെങ്കിൽ VP സാനു കിട്ടിയത് 48,248 വോട്ടാണ്. ഒപ്പം തന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, 13,838 വോട്ടാണ് ആ ഒരു മനുഷ്യന് അന്ന് കിട്ടിയത്. എന്തൊക്കെയായാലും നമുക്ക് ഈ LDFനെയും നമ്മുടെ ലീഗിന് വെച്ച് ഒരു കളി നോക്കാം. മറ്റുള്ളവർ അത്ര ഒരു സ്വാധീന ഘടകമായിട്ട് നമുക്കില്ല. വന്നാൽ ഒരു 20,000 അല്ലെങ്കിൽ 30,000 50,000 വോട്ടൊക്കെയാണ് അവർ വന്നാൽ BJPക്കാർക്ക് പിടിക്കാൻ മലപ്പുറത്ത് സാധിക്കുള്ളൂ. അതിലേക്ക് എത്തില്ല, അത് വേറെ കാര്യം. എന്തായാലും കൊണ്ടോട്ടിയില് 87,000 ആണെങ്കിൽ മഞ്ചേരിയിൽ കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടി നേടിയത് 85,000 85,579 വോട്ടാണെങ്കിൽ അതിന്റെ നേർ പകുതി എന്ന് പറയുന്ന 49,531 വോട്ട് LDFന് കിട്ടിയിട്ടുണ്ട്. അവിടെ മഞ്ചേരി കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയില് 79,867 വോട്ടാണെങ്കിൽ 56,829 വോട്ട്. വളരെ കുറച്ച് മാത്രമാണ് ലീഡ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൂ. നമ്മുടെ മങ്കടയില് 85,193 വോട്ടാണെങ്കിൽ 49,928 വോട്ടാണ് VP സാനുവിന് കിട്ടിയത്. മലപ്പുറത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഈ ലീഗുകാർക്ക് കിട്ടുന്ന വോട്ടാണ്. അവിടെ 94,704 വോട്ടായിരുന്നെങ്കിൽ 49,728 വോട്ട്. എങ്ങനെ 82,388 വോട്ടാണെങ്കിൽ 30,500 വോട്ട് നമ്മുടെ VP സാനുവിന് കിട്ടുന്നു. വള്ളിക്കുന്ന് 73,861 വോട്ടാണെങ്കിൽ 44,333 വോട്ട് നമ്മുടെ VP സാനു കിട്ടും. നോക്കൂ, ഒരു നേർ പകുതി വോട്ട് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ പകുതിക്ക് മേലെ വോട്ട് എന്ന രീതിയിലാണ് VP സാനു കിട്ടുന്നത്. ഇതിലാണ് ഇനി BJPയുടെ കളി വരുന്നത്.
കൃത്യമായിട്ടും ഇവിടെ ഇത്തവണത്തെ വസീഫ് എന്ന് പറയുന്ന LDFന്റെ സ്ഥാനാർത്ഥി കൃത്യമായിട്ട് മലപ്പുറത്ത് കളിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള വോട്ട് വിഹിതം അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ തവണ കുട്ടിക്ക് കിട്ടിയ വോട്ടുകളിൽ നിന്ന് വലിയ കുറവ് വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ET ആണ് മത്സരിക്കുന്നത്. ETയോട് സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ETക്കുള്ള സംഘടനകളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഇങ്ങനെ മെല്ലെ മെല്ലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സംഗതികളൊക്കെ ഉള്ളിൽ ഇങ്ങനെ മെല്ലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു പക്ഷേ വസീഫുമായിട്ട് നന്നായിട്ട് അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വോട്ട് വിഹിതത്തിൽ നിന്ന് അല്പമെങ്കിലും കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം കൂടാനുള്ള ഒരു മണ്ഡലമുണ്ട് പെരിന്തൽമണ്ണ. പിന്നീട് വളരെ കുറച്ച് മാത്രം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു പകുതി എന്ന് പറയുന്നത് ഏകദേശം കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മലപ്പുറം ഒക്കെ മങ്കട വരെ ഏകദേശം പകുതിക്ക് വോട്ടാണ് നമ്മുടെ VP സാധനം നേടിയത്. ഈ പകുതി വോട്ട് എന്ന് പറയുന്നത് അല്പമെങ്കിലും കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ചിലപ്പോൾ സാധ്യത വളരെ കുറവാണെങ്കിൽ ചിലപ്പോൾ LDFന്റെ ഭൂരിപക്ഷം നന്നായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഭൂരിപക്ഷം വർധനയുടെ അതേ സമയത്ത് തന്നെ BJP അവരുടെ വോട്ട് കൃത്യമായിട്ട് പിടിക്കുകയും ആ ഒരു BJP വോട്ടുകൾ പണ്ട് നമ്മുടെ UDFന് പോയിരുന്ന വോട്ടുകൾ മുഴുവൻ BJPക്ക് തന്നെ കൃത്യമായിട്ട് പോവുക. കാരണം അങ്ങനത്തെ ഒരു സംഗതി സാധ്യതയുണ്ട്. കാരണം ഒരു മൃദു ഹിന്ദുത്വ ആൾക്കാരൊക്കെ കുറെ UDFലുണ്ട്. ആ മൃദു ഹിന്ദുത്വ ആൾക്കാർ കൃത്യമായിട്ടും ഏകദേശം ഒരു BJPയിലേക്ക് ചായ്വ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ആളുകളൊക്കെ BJPക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ UDFന് കിട്ടേണ്ടിരുന്ന വോട്ടുകളിൽ ഒരു വലിയ കുറവ് വരും. ആ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ BJPയുടെ വോട്ട് പിടിച്ചടക്കും, അതേസമയം വസീഫ് അവിടെ ജയിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു സാധ്യത ആ ഒരു പ്രദേശത്ത് കാണാനുണ്ട്. എന്തൊക്കെയായാലും ഇലക്ഷൻ വരാൻ പോവാണ്, എന്താ നടക്കെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു തോന്നലുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളൂ. എന്തായാലും കഴിഞ്ഞ ഒരു 10-11 വർഷമായിട്ട് അടക്കി പിടിച്ച, കുടുംബ സ്വത്ത് പോലെ അടക്കി പിടിച്ച ഈ ഒരു സ്ഥലം അവിടുത്തെ മലപ്പുറംകാര് LDFന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ബൈ.